നിർണായക പ്രഖ്യാപനത്തിനായി പി.വി. അൻവറിന്റെ വാർത്താസമ്മേളനം നാളെയാണ്. തിരുവനന്തപുരത്ത് രാവിലെ 9:30 മാധ്യമങ്ങളെ കാണുന്ന പി.വി. അൻവർ രാജി പ്രഖ്യാപിച്ചേക്കും എന്നാണ് സൂചന. തൃണമൂൽ പ്രവേശനത്തിന് പിന്നാലെ അയോഗ്യത ഒഴിവാക്കാനാണ് പി.വി. അൻവറിന്റെ നീക്കം എന്നാണ് വിവരം. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സലീം, കഴിഞ്ഞ കുറേ നാളുകളായി പി.വി. അൻവറിന്റെ ഭാഗത്ത് നിന്ന് നിർണായകമായ ഒരുപാട് രാഷ്ട്രീയ നീക്കങ്ങൾ നമ്മൾ കണ്ടു. UDF-ലേക്കുള്ള വഴിയടഞ്ഞതോടുകൂടി തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേക്കേറുന്നതും കണ്ടു. ഇനിയിപ്പോൾ നാളെയുള്ള വാർത്താ സമ്മേളനം എന്തിനാണ്? ലഭിക്കുന്ന സൂചന എന്താണ് സലീം മാലിക്? റിജിത്ത്, നിർണായകമായൊരു വാർത്താ സമ്മേളനമാണ് നാളെ നടക്കാൻ പോകുന്നത്. പി.വി. അൻവറിനെ സംബന്ധിച്ചിടത്തോളം റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി സംസ്ഥാന രാഷ്ട്രീയത്തിലെ പല നിർണായകമായ മാറ്റങ്ങളും നിർണായകമായ ഇടപെടലുകളും നടത്തിയത് പി.വി. അൻവറാണ്. പല രാഷ്ട്രീയ നാടകങ്ങളും നമ്മൾ അതിനിടയിൽ കണ്ടു. അതിൻ്റെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡായി നാളെ പി.വി. അൻവറിൻ്റെ ഒരു വാർത്താ സമ്മേളനം വരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് നിർണായകമായ ഒരു കാര്യം പറയാനായി തിരുവനന്തപുരത്ത് വെച്ച് രാവിലെ 9:30 മാധ്യമങ്ങളെ കാണും എന്നൊരു പ്രഖ്യാപനം പി.വി. അൻവർ നടത്തിയത്. അത് MLA സ്ഥാനം രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വം എടുത്തതിന് തൊട്ടു പിന്നാലെ തന്നെ അയോഗ്യത ഒഴിവാക്കാൻ വേണ്ടിയുള്ള മുന്നേ കൂട്ടിയുള്ള തീരുമാനമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നിലവിൽ തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വം എടുത്തില്ല, പകരം തൃണമൂലുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു എന്ന് മാത്രമായിരുന്നു പി.വി. അൻവർ പറഞ്ഞത്. പക്ഷേ പി.വി. അൻവറെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ തന്നെ ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ടുകളിൽ ഉൾപ്പെടെ ഈ പി.വി. അൻവറിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടതോടുകൂടി പി.വി. അൻവർ പ്രതിരോധത്തിലായി. സ്വാഭാവികമായും ഒരു സ്വതന്ത്ര MLA എന്ന നിലയ്ക്ക് അടുത്ത 1.5 വർഷം കൂടി പി.വി. അൻവറിന് MLA സ്ഥാനത്ത് തുടരാമായിരുന്നു. പക്ഷേ മറ്റൊരു പാർട്ടിയിൽ അംഗത്വം എടുത്തതോടുകൂടി അതിനുള്ള വഴി അടഞ്ഞു. സ്വാഭാവികമായി സ്പീക്കർക്ക് സ്വമേധയായോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കോ പരാതി നൽകിയാൽ പി.വി. അൻവറിന് MLA സ്ഥാനം രാജിവെക്കേണ്ടി വരും എന്ന് മാത്രമല്ല, പിന്നീട് അടുത്ത 5 വർഷത്തേക്ക് മത്സരിക്കാനുള്ള വിലക്കും നേരിടേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്, അയോഗ്യതയും വിലക്കും ഒഴിവാക്കാൻ വേണ്ടിയുള്ള തിടുക്കപ്പെട്ടുള്ള തീരുമാനമാണ് പി.വി. അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന. നേരത്തെ ഈ CPIM-മായി കലാപക്കൊടി ഉയർത്തിയതിന് ശേഷം LDF മുന്നണി വിട്ട് പുറത്തുപോയ പി.വി. അൻവർ തന്നെ തിരഞ്ഞെടുത്തത് MLA ആയി തിരഞ്ഞെടുത്തത് ജനങ്ങളാണെന്നും അടുത്ത 1.5 വർഷവും അവർക്കൊപ്പം MLA ആയി തന്നെ കാണും എന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരുന്നു. മാത്രമല്ല MLA ആയി തന്നെ നിൽക്കാനുള്ള പരമാവധി ശ്രമം നടത്തുകയും ചെയ്തു. UDF-നൊപ്പം ചേർന്ന് പോകാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാർ എന്നൊക്കെ പി.വി. അൻവർ അറിയിച്ചിരുന്നതാണ്. പക്ഷേ പി.വി. അൻവറിൻ്റെ എല്ലാ ശ്രമങ്ങളും മറ്റു മുന്നണികളിലേക്ക് ചേക്കേറുന്നതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ശ്രമങ്ങളും പാഴായിപ്പോയി. അതിന് പിന്നാലെയാണ് ഏറ്റവും ഒടുവിൽ തൃണമൂൽ കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കാൻ പി.വി. അൻവർ തീരുമാനിച്ചത്. പക്ഷേ ആ തീരുമാനിക്കുന്ന സമയം വരെയും പി.വി. അൻവർ ഇങ്ങനെ ഒരു അപകടം പ്രതീക്ഷിച്ചിരുന്നതല്ല. എന്നാൽ അതിന് പിന്നാലെയാണ് ഈ അയോഗ്യതാ ഭീഷണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പി.വി. അൻവർ തന്നെ മനസ്സിലാക്കിയത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതിന് പിന്നാലെയാണ് അടുത്ത 5 വർഷത്തേക്ക് കൂടി മത്സരിക്കാൻ പോലും കഴിയാത്തൊരു സ്ഥിതി വന്നാൽ പി.വി. അൻവർ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ അപ്രസക്തമാകുന്നൊരു നില വരും. പ്രത്യേകിച്ചും വലിയ ഹൈപ്പിൽ നിന്നതിന് ശേഷം അതിന് തൊട്ട് താഴേക്ക് പോവുക എന്നുള്ളത് പി.വി. അൻവറിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് രാജിവെച്ചതിന് ശേഷം മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിന് നേരിടാനുള്ള ശ്രമം ഉൾപ്പെടെ പി.വി. അൻവർ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് പി.വി. അൻവറുമായി തന്നെ അടുത്ത വൃത്തങ്ങൾ നമുക്ക് ലഭിക്കുന്ന സൂചന. എന്തായാലും നാളെ രാവിലെ 9:30 പി.വി. അൻവർ രാജിവെക്കുന്നതാണോ അതല്ല മറ്റെന്തെങ്കിലും നിർണായക തീരുമാനമാണോ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് വ്യക്തത വരൂ. റീജിത്ത്. ശരി, സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു. നാളത്തെ വാർത്താ സമ്മേളനം, പി.വി. അൻവറിന്റെ വാർത്താ സമ്മേളനം എന്തായാലും നിർണായകമാണ്. എന്താണ് തുടർന്ന് തൻ്റെ രാഷ്ട്രീയ നീക്കം എന്നുള്ള കാര്യം പി.വി. അൻവർ പ്രഖ്യാപിക്കും. സലീം മാലിക് സൂചിപ്പിച്ചതുപോലെ അയോഗ്യതയുടെ വാൾ അൻവറിന് മുന്നിലുണ്ട്. അതുകൊണ്ട് രാജിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അൻവറുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു. എന്തായാലും നാളത്തെ വാർത്താ സമ്മേളനം അത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്.